കുമ്പത്തുകുമാറുള്ളത്, കുമ്പത്തുകുമാറുള്ളത്, ദഫന കുമ്പത്തുകുമാറുള്ളത്, മീസാനുകൾ കുമ്പത്തുകുമാറുള്ളത്, മൂറുകൾ കുമ്പത്തും മീസാനുകൾ കുമ്പത്തും ആളുള്ളത്. അവിടെയും കണ്ടുപിടിക്കാങ്ങളുടെ ആളുള്ളത്, ഹിസാബിന്റെ ജാഗിൽ ആളുള്ളത്, മീസാന്റെ ജാഗിൽ ആളുള്ളത്. നിങ്ങൾ കൊടുത്തല്ല അർശയുടെ ജാഗിലും നിങ്ങളുടെ ആളുള്ളത്. നരകത്തിൽ പോണ്ടെങ്കും ആളുള്ളത് നിങ്ങൾ പുറത്തല്ല. അല്ല പുറത്തവ നരകത്ത് പോണ്ടല്ല, നരകത്തിലും ആളുള്ളത്. സ്വർഗത്തിൽ പോണ്ടെങ്കും ആളുള്ളത് പുറത്തല്ല. അതുകൊണ്ട് നാം ഓർത്തല്ലേ. അല്ലെ കൊറോണ നക്ക് മാത്രം വന്നത്, എല്ലാവർക്കും വന്നത് കൊറോണ, എല്ലാവർക്കും വന്നത്. ഞാൻ തലവെച്ചാക്കെടുത്തില്ല, പേടിക്കെടുത്തില്ല. പോട്ടപ്പുറ പോലീസ് വേണ്ടിക്കിട്ട് നാ പുറത്തകന്തല്ലോ കൊറോണ രാജ്യത്തേക്ക് വന്നതിൽ വട്ടപ്പ നരകത്ത് പോയി നമ്മുടെ ആളുണ്ടല്ലോ, അർത്ഥന്തല്ലോ നരകത്തിൽ. ഖബറിലായിട്ടുണ്ട് കണ്ടെങ്കിൽ നന്റൊട്ടിക്ക് ആളില്ല, അവർ വൃത്തനാണ് അല്ലേ. ഖബറിൽ വൃത്തമി വേറെ എല്ലാ ജാഗ്രത നിങ്ങളൊട്ടിക്ക് ആളിക്കിടറും. ഖബറിൽ സിംഗിളായിട്ട് കിടക്കുന്നപ്പ അല്ലേ. ഞങ്ങളുടെ ആള് മാറി ഖബറിൽ കിടപ്പാട്ടി വെച്ചിട്ട് മേൽക്ക് മൂട് കള്ളർ കട്ടിടകൾ പൊളിയാത്ത കള്ളിട്ട് വെച്ച് അതിന് മേൽക്ക് പൊയ്യെല്ലാം ഇട്ടിട്ട് തണ്ണി വിത്തിരി ചപ്പിട്ട് അതിന് മേൽക്ക് കള്ള് വെച്ച് പറഞ്ഞു ഇനി എനിക്ക് പിറകെ തീരെ തീരെ കാട്ട് നണ്ടേ നിങ്ങളെ ഞങ്ങളെ ആൾ പറ ആക്കടെ വിശേഷം നോട്ടുള്ളത് പോ ഞങ്ങളെ വിശേഷമല്ല പോകും ഇന്ന ഞങ്ങളെ വിശേഷമില്ല ഇത്. അവിടെ സിംഗിൾ കിടക്കണോ, അപ്പുറത്ത് ആളുള്ളത് സമ്പർക്കമില്ല. ഫ്ലാറ്റിൽ പോലെ ഫ്ലാറ്റിലല്ല, അപ്പോൾ 150-200 ആൾ മാറുള്ളത് ഫ്ലാറ്റിൽ ആയെങ്ക ഇപ്പുറത്തെ അപ്പുറത്തെ സമ്പർക്കമില്ല. ഡോറിട്ട് വന്നാങ്ങോ അങ്ങനെ നഫ്സുകളെ കൊടുക്കുമ്പോഴേ ഖബറിൽ അപ്പുറത്തെ ആളുള്ളവർ പരസ്പരം സമ്പർക്കമില്ല. ഉറപ്പെ സിംഗിളായിട്ട് കിടക്കുന്ന ജാഗ ഖബർ അങ്ങായിട്ട് കിടന്നതിന്റെ പിന്നിൽ വന്ന് ചെന്നുകൊണ്ടുള്ളത്. നിങ്ങളെ ഏകാന്തത്തെ നടപ്പാക്കടങ്ങ ആറുള്ളത്. നിങ്ങളെ ഉത്തരദൈക്കിടങ്ങള് നിങ്ങളുടെ നിങ്ങളെ ഉത്തരദൈക്കിടങ്ങള് പെണ്ണുങ്ങളെ മംഗലായങ്ങള് വിശാലമായ ബിൽഡിംഗ് ദൈക്കിട ആളുമാരെ അല്ലെ. എന്ത് വിഷയം എന്ത് പളക്കം നോക്കിയുള്ള ഞങ്ങൾ കെട്ടിയ ദൗത്തിൽ നിങ്ങൾ തെച്ചുകൊണ്ടുള്ളത്, ഞങ്ങൾ റൂമിൽ കിടന്നുകൊണ്ടുള്ളത്, ഞങ്ങളെ ബെഡ് യൂസ് ആക്കിക്കൊണ്ടുള്ളത്, ഞങ്ങളെ ഇടക്കള പാത്രത്തിൽ നിങ്ങൾ ഉണ്ടോണ്ടുള്ളത്, ഞങ്ങൾ പഠിപ്പിൽ നിങ്ങൾ ജീവനം നടത്തിക്കൊണ്ടുള്ളത്, ഞങ്ങളെ ജാഗ്രത അനുഭവിച്ചുകൊണ്ടുള്ളത്, ഞങ്ങളുടെ ബാണ്യത്തെ ജാഗ്രത നിങ്ങൾക്ക് വിട്ടു തന്നു വന്നത് എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നത് മനുഷ്യരെ. ഞങ്ങളെ ഉത്തര തൈക്കടങ്ങള് ഞങ്ങളെ ഫാമിലിയുടെ മക്കളെ നിങ്ങൾ മങ്ങിലായതല്ലേ, പെണ്ണു മക്കളെ മങ്ങിലായങ്ങളല്ലേ, എല്ലാം തന്നത് ഏകാന്തമായിട്ട് ഖബർ വന്നപ്പോ ഞങ്ങളെ ബുദ്ധിമുട്ട് പോയിടല്ലേ. ഒന്നും നടപ്പാക്കുവാ നിങ്ങൾ ചന്ദ്രങ്ങ കേൾക്കണത്. അതിൽ കൊടുസായ കബറുകൾ ഉള്ള മനുഷ്യരെ ഇന്നെങ്കും തെല്ല നിങ്ങളൊന്ന് നടപ്പാക്കി നിങ്ങളെ ഏകാന്തരം നടപ്പാക്കി ബേങ്ങളായിട്ടുള്ള നിങ്ങളെ മുട്ട മക്കളെ നിന്റെ ഒത്തുന്നാണ് ബേങ്ങളോണായിട്ടുള്ള നമുക്കൊന്ന് ദ്വാരക്ക് കുത്തീരെ ഞങ്ങളെ പേരൊന്ന് സ്വതക്കത്ര കുത്തീരെ കുത്തുബിന കുത്തുബുന മത്തുബിയ ഞങ്ങളെ കിതാബുള്ള ബന്ധാക്കി വെച്ചിട്ടായിട്ട് കുത്തുബുക്കും നിങ്ങളെ കിതാബ് ഒരുപാട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിസ്കരിക്കാനോ മോടിക്കാ ഖുർആൻ ഓതാ ദിക്ർ ചൊല്ലാ തസ്ബീഹ് ചൊല്ലാ ദുആരക്ക എന്ത് സത്കർമാക്കാ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പോലത്തെ അവകാശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബ് അതീദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖാന്തരം എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. നിങ്ങൾക്ക് ഇന്ന് സൽക്കർമാക്കി നിങ്ങൾക്ക് രക്ഷപ്പെടുന്നു സാധ്യമില്ല. നിങ്ങൾക്ക് നിസ്കാരമില്ല, നിങ്ങൾക്ക് നോമ്പില്ല, നിങ്ങൾക്ക് ഖുർആൻ ഓതില്ല. ലൈസൽ മയ്യിതി ഫിൽ അഹദി ഫിത്റ ഖബർ യത്തിയിൽ പിന്നെ ഫിത്റിൽ അഥവാ ചെറിയ പെരുന്നാളില്ല, വലാ ദുഹാ പെരുന്നാളില്ല, വലാ ഖദർ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറില്ല. അതേപോലെ ഖദർ റുസിഖതും ഫഗ്തനിമൂ അല്ലാഹു നിങ്ങൾക്ക് ഇതെല്ലാം തന്നിട്ട് യൂസാക്കൊരു മനുഷ്യരെ. മക്കളെ പെരുന്നാൾ യൂസാക്കറോ, മക്കളെ ഹജ്ജ് പെരുന്നാൾ യൂസാക്കറോ, ലൈലത്തുൽ ഖദ്ർ ഉപയോഗാക്കറോ, അതേപോലെ ബാക്കി നല്ല നല്ല നാളുള്ള ഉപയോഗാക്കറോ, സദുപയോഗാക്കറോ. ബെടക്കാക്കിരണ്ട എത്ര നല്ലതാക്കോ ഇത് എത്രത്തോളം നല്ലതാക്കറോ നിങ്ങൾക്ക് അവകാശമുണ്ടോ.
നിങ്ങൾക്ക് തപ്പുടെ അള്ളാഹുവിൽ ഖേദിച്ചിട്ട് പേടിച്ചിട്ട് തൗബാക്കുക നിങ്ങൾക്ക് അവകാശമുണ്ടോ? എല്ലാം പടച്ചറപ്പ് പൊടിപ്പാട്ടി വീഴ്ചിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തില്. അതുകൊണ്ട് യൂസാക്കറു മക്കളെ, ഞങ്ങൾ പോയിട്ടായ ഞങ്ങൾക്ക് ഇന്ന് തൗബയില്ല, ഞങ്ങൾക്ക് നല്ലതില്ല, പെരുന്നാളില്ല, സന്തോഷമില്ല, കൊസിയില്ല, കുടുംബമില്ല, അറിവില്ലാണ്ട് ഏകാന്തമായിട്ട് ഞങ്ങൾ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വതക്ക തന്നിട്ട് ഞങ്ങൾക്കൊന്ന് ദ്വാരക്കു തീരെ ചെന്ന് ഞങ്ങളെ പാപ്പ വന്നിട്ട് ഞങ്ങൾ ഉത്തരപ്പിത്തില്ലുമല്ലോ തുൾഖദറിന്റെ വേങ്ങ കൊണ്ടുള്ള ഞങ്ങളെ ഉമ്മ വന്ന് വേങ്ങ കൊണ്ടുള്ള ഞങ്ങളെ കാണാൻ ഉമ്മൾ വന്നെങ്കിൽ ഞങ്ങളെ ഉത്തരപ്പിത്തിൽ വന്നൊരു വേങ്ങട ഒരു നാളുണ്ടോ? അങ്ങ് മാത്രമല്ല ഞങ്ങൾ ഉമ്മാളെ ഖബറുകെത്തിയപ്പോ ഞങ്ങളെ മക്കളെ മുട്ട ഞങ്ങൾ മുമ്പൊരു വേങ്ങട ഒരു നാളുണ്ട്. ഞങ്ങൾ ആക്കിയ ഉത്തരപ്പി പരിസരത്തിൽ വന്നിട്ട് ഞങ്ങൾ കിടന്നോട്ടിന്റെ റൂമിന്റെ പരിസരത്തിൽ വന്നിട്ട് ഞങ്ങൾ ആക്കിയ സൂത്ര പരിസരത്തിൽ വന്നിട്ട് അങ്ങ് ഞങ്ങമേ പോയിട്ട് കേക്ക് കൊണ്ട് രണ്ട് വേങ്ങട സന്ദർഭത്തിൽ ഞങ്ങളെ മക്ക ദ്വാരക്കാത്ത മക്കാട് കണ്ടെങ്കിൽ, പള്ളിക്ക് പോവാത്ത മക്കാട് കണ്ടെങ്കിൽ, സ്വതക കൊടുക്കാത്ത മക്കാട് കണ്ടെങ്കിൽ, പള്ളിയുടെ പിരിസമിക്കാത്ത മക്കാട് കണ്ടെങ്കിൽ, മനുഷ്യരെ ബാങ്ക് വന്നവർക്ക് 10 പൈസ കിട്ടാട്ടി തിരിച്ചു പോയത് പോലത്തെ പരിസ്ഥിതി. നിന്റെ നമ്പിട്ട് ആരോ പൈക്കറോ ബാങ്കറോ വന്ന പൈച്ചിട്ട് സൈക്കോ തീരാത്തൊരു മനുഷ്യൻ നിന്റെ പേരിച്ചിട്ട് എന്തെങ്കിലും തറുവാച്ചതിന് പേരിച്ച് വന്നപ്പോ എന്തും തന്നെ പോളാച്ചതിന് കടത്തിയപ്പോ എത്ര ബേജാറാവുളാ. അവള് ചിലപ്പോ നീണില്ലെങ്കിൽ ഇന്നൊരാൾ ചെന്ന് ചിലപ്പോ തേടോട്ട് പോകും. നിന്റെ ബാപ്പ ആരമുട്ട പോട്ടുള്ള, നിന്റെ ഉമ്മ ആരമുട്ട തേടിയുമ്പോൾ നീ കൊടുത്തില്ലെങ്കിൽ നിക്ക് നിന്റെ മക്കത്തുന്നില്ല നീ ആരമുട്ട ബെങ്ങോക്ക് പോവേ ദ്വാര കൊള്ളാചർ ആരമുട്ട പോവനേണ്. സ്വതക്ക കൊള്ളാന്നൊക്കെ ദ്വാര കൊള്ളാചർ ആരമുട്ട പോവനേണ്. അതുകൊണ്ട് നിന്റെ മക്ക സാലിഹ്യങ്ങളാവട്ടോ, നിന്റെ മക്ക നീ മരിച്ച ദ്വാരക്കട മക്കാവട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് ചെറിയ വയസ്സിലെ മക്കളെ പള്ളിക്ക് വിളിച്ചൊമ്പറ, ചെറിയ വയസ്സിലെ നല്ല നല്ല നാളിടന്ന് സന്തോഷപ്പെടുന്ന ഇന്നെ എക്സിബിഷനും നീ കണ്ടോടുകളിൽ പോയിട്ട് ചുറ്റിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസിൽ ഇട്ടതിന് ബദലക ആ നല്ല നല്ല നാള് വന്നപ്പോ നിന്റെ മക്കളെ വിളിച്ചോണ്ട് ഖബർസ്ഥാനത്തേക്ക് പോയിട്ട് ഖബർസ്ഥാൻ ഞങ്ങളെ ചൊമ്മാടുമാറ് ഒട്ടിക ഇന്നങ്ങ ചിരിച്ചങ്ങ കളിച്ചങ്ങ ഒട്ടിക യാത്ര പോയെന്ന ജന്മത്തിന്റെ ഉമ്മ ബാബ എല്ലാവരും കിടന്നിട്ടുള്ള ജാഗ്യ മക്കളെ ഞങ്ങളും പോകുന്നു ചെന്ന് ആ മക്കൾക്ക് ചെറിയ വയസ്സിലെ ഖബർസ്ഥാനത്തെ കൊമ്പിട്ട് പരിചയമാക്കി കൊടുക്കറോ. നിങ്ങളെ കുടുംബത്തെ ആളുമാറ മീസാണ് കല്ല് കാട്ടില അവരുടെ പരിചയമാക്കി കൊടുക്കറോ. അവിടെ മക്കളെ മുട്ടിക ദൈപ്പാട് ദ്വാരക്കറോ. നീന ദ്വാരക്ക മക്ക ആമീൻ ചെല്ലട്ടെ, മക്ക ദ്വാരക്കട നീ ആമീൻ ചെല്ല. അങ്ങനെ മരിച്ചങ്ങൾ ഒട്ടിക്കുന്ന സമ്പർക്കം നീ ഗട്ടിയാക്കിയും പോണോണ് ഇല്ലാണ്ട് കണ്ടെങ്ക ചെന്നല്ല ഭരിച്ചിട്ട് 6 അടി മണ്ണിൽ പോയിട്ട് 3 പീസ് തുണിയിലിങ്ങനെ പയച്ചിട്ട് പരലോകത്തെ പാർസലായിട്ട് വലിച്ചെറിഞ്ഞതുകൊണ്ട് കണ്ടെങ്കിൽ പിന്നെ റിട്ടേൺ എടുക്കാവില്ല, റിട്ടേൺ പിന്നെ വിളിപ്പാട്ടാവില്ല. പോയത് പോയവേ മനുഷ്യരെ ഇതെല്ലാം ചിന്തനാക്കിയിട്ട് നിന്റെ മക്ക ഇന്നും നിരപ്പാക്കരുത്. ഇന്ന് പണ്ട പുതിയ ജനറേഷൻ ഉണ്ടല്ലേ, അത് നിനക്ക് ദ്വാരക്കട മക്കാവട്ടോ. ഉള്ള മക്കളെ ആരോപണ ബന്ധവിന്റെ പ്രയത്നാക്ക് കണക്കണക്കാണ് യാറെ എൻജോയ്. എപ്പോഴും ചിരിക്കരുത്, എപ്പോഴും കൊസി, എപ്പോഴും ബിന്ദാസ്. അതെല്ലാം കൂടുതൽ ചിരിയും കളിയും തമാശയും ചുറ്റുറുതും എല്ലാം നല്ലതേ. കുടുംബ സഹിത പോണ്ടത് നല്ലതേ ആയെങ്ക അതിനൊക്കെയാണ് യാറെ പെരുന്നാൾ കേവലം ചിരിക്കുകൂടാനായിട്ടുള്ളതല്ല. പെരുന്നാൾ ചെള്ളത് അള്ളാഹു വിവാദത്തെടുക്കുള്ളത്, റമദാൻ ചെള്ളത് 100ാമത്തെ പേരോടി തിന്നുകൊള്ളതല്ല, ബദൽ വിവാദത്തെടുക്കുള്ളത് അല്ല. ഇപ്പൊ നോമ്പ് തുറക്കണ വിസല ചെല്ലേണ്ട അവസ്ഥ ചെന്നിട്ട് പരിചയമില്ല. റായത്തിൽ നോമ്പ് തുറക്കും 1000 ആളെ എരിജിപ്പെട്ട ഉസ്താദ്. ആ റായത്തിൽ നോമ്പ് തുറക്കും കൂടിത്ത് 1000 വിട്ടിട്ട് 1200 ആൾ വന്നിട്ട് 200 ആൾമാർക്ക് നോമ്പ് തുറക്കേണ്ട വ്യവസ്ഥയില്ല. തീർന്നാണ്ട് കാലട്ടായിത്തോ കതുഖാമത് സ്ഥലത്ത് കതുഖാമത് മുക്രിക ഭാഗത്ത് പള്ളി പറഞ്ഞത് 200 ആൾ പള്ളിയിലുള്ള 1200 ആൾ പള്ളി നോമ്പ് തുറക്കം വന്നിട്ട് പള്ളിയുടെ ചാല് പള്ളിയുടെ മകരസ്കാർ ജമാഅത്ത് എത്ര ആളുള്ളേ? 200 ആൾ. ബാക്കി 1000 ആൾ എവിടെ പോയിട്ട് അറിയിട്ടില്ല, വാർത്തയ്ക്കില്ല. മണ്ണ് തിന്നെ കൊടുക്കാവില്ല. അതിക്കല്ല ഈ മകരസ്കരിക്കും പടച്ചോണ്ട പള്ളിയുടെ പിത്തിൽ തിന്നിട്ട് പോകുമ്പത്ത് കൊണ്ട് പള്ളിയുടെ പത്തിട്ട് ആ ഒരു നമസ്കാരം തീരെ. ഇതെല്ലാം അവസ്ഥ ഈ ദുനിയാവിടുത്തെ. ഈ നോമ്പ് ചൊല്ലത് എന്തെങ്കിലും ഇപ്പൊ വന്നിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നോമ്പ് തുറപ്പാട്ടം വേണ്ട ഒരു ഗമ്മത്ത് വേനട്ടൊരു നോമ്പ് അല്ലേ? നോമ്പ് തുറപ്പാട്ടം വേനട്ടൊരു നോമ്പ് വിവാദത്തിൽ വേനായിട്ടല്ല. അള്ളാഹു കാത്ത് സലാമത്തിലെ കൂടെ ദീർഘശല്ലില്ല മനുഷ്യരെ. ഇന്നും നനപ്പാക്കരുത്. ഉള്ള സമയ സതുപയോഗാക്കാം. എന്നോട് ഇന്നത്തെ ഒരു സുവർണാവകാശം നമുക്ക് കിട്ടുചൊല്ലുക സാധ്യമേ ഇല്ല. ഇന്നത് സതുപയോഗാക്കാം. നാളെ നാണ് സമാവിടേണ്ട പേരിക്കണ്ട. ഈ നിമിഷത്തിൽ നാണ് സമായേശന്റെ പേരിച്ചുള്ളൂ. ഇപ്പൊ നാണ് സുധാരിയുടെ പേരിച്ചുള്ളൂ. ഇന്ന് നാണ് ഒരേ വർഗ സംസ്കാരം ആക്കല സത്യപ്രതിജ്ഞ ഇപ്പോഴൊരു നാണ് പിന്നെ നോക്കിയാലുണ്ടല്ല ഇപ്പോഴത്തുള്ളൂ. ഇപ്പൊ ദ്വാരക്കരു ഇപ്പൊ ദ്വാരക്കരു ഇപ്പൊ ആക്കട സ്വരത്തെ ഇപ്പൊ ആക്കുക നോക്കൂ.
ഇപ്പൊ കൊടുക്കുന്ന സ്വതന്ത്ര ഇപ്പൊ കൊടുക്കുന്നു നോക്കൂ എല്ലാം കിട്ടിയാൽ പിന്നെ ആയാൽ പിന്നെ പൈസ കൊടുക്കായി പിന്നെ നീ ആവുകയില്ല കൊടുക്കുകയില്ല നീന് ഇപ്പൊ നീ എന്തിനാക്കി അത് നീക്ക് ലാഭ നാളത്തെ നിമിഷം അങ്ങനെ ചൊല്ലുക സാധ്യമില്ല ഇണ്ട് തന്റെ ദൂരത്തെ കുടുംബത്തോട് ഒരു പാലക്കാരൻ്റെ മൗത്തായ 4 മക്കളുടെ 40 വർഷം വയസ്സായിടേ ഉള്ളേ കഷ്ടത്തിലുള്ള ജീവനങ്ങൾ സർക്കാർ ചെല്ല ജാക്കിൽ വീട്ടിലത്തിൽ ഫാൻസി രംഗത്തിൽ സ്വർത്തക്ക് പോയിട്ട് സോബിക്ക് ഒരു ഗಂಟೆ പെഞ്ഞി മക്കളെ ബത്തുകാനായിട്ട് പോയവനും നെഞ്ഞി നമ്മൾ ചെന്നിട്ട് പോകുന്ന ഹോസ്പിറ്റലിൽ എത്ര കാണുമ്പോൾ മരിച്ച ഇത്ര ഉള്ള മനുഷ്യരുടെ ജീവന നാളെ നോക്കാം നാളെ കളി നോക്കാം പെരുന്നാളാവട്ടു 27 നോമ്പാവട്ടു അവിടെ ഒന്നും പോയി കണ്ട നീണ് ഇപ്പത്തെ ഇപ്പാക്ക് അപ്പൊ നീ ഇന്നെങ്കിൽ അപ്പാക്കണത് അപ്പൊ ഇന്നപ്പോ നീ അതാക്ക് ഇന്നെങ്കിൽ ആക്ക് ഉള്ള ചെറിയ ഗ്യാരണ്ടി ഇല്ല ഈ നനപ്പ് വെച്ചിട്ട് ആയിട്ടിക്കൂടെ നിങ്ങൾ ഓരോ നിമിഷവും ನಾನು ಬಳಕ ತಂಗಿ ಪಾಟ್ರ ಅಲ್ಲಾಹು ತಾಲ ನಕ್ಕ ಆಫಿಯತ್ ತರಟ್ಟು ಪಡಚರ್ವ ದೀರ್ಘಾಯಸ ತರಟ್ಟು